തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയോട് അന്യായം കാണിച്ച ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആദ്യം 25% തീരുവ, പിന്നീട് 25% അധിക തീരുവ, അങ്ങനെ മൊത്തത്തിൽ 50% തീരുവ. ഇന്ത്യയെ താരിഫുകളുടെ രാജാവ് എന്നതിനു പുറമെ ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന നികുതി ചുമത്തുന്നുവെന്ന് ആരോപിച്ച് ട്രംപ് ഇന്ത്യക്കെതിരെ തിരിച്ചടികൾ ആരംഭിച്ചു. അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി പുതിയ വ്യാപാര കരാറുകളിലേക്ക് ഇന്ത്യ നീങ്ങി. ഇത് അമേരിക്കൻ വിപണിയിലുണ്ടായ നഷ്ടം നികത്താൻ സാധിച്ചു. അമേരിക്കയെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 18 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നറിയപ്പെടുന്ന ഈ കരാർ 200 കോടിയോളം ജനങ്ങളുള്ള ഒരു ഭീമൻ വിപണിക്കാണ് വഴി തുറക്കുന്നത്. എന്നാൽ ഈ വ്യാപാര സഖ്യത്തിൽ അമേരിക്കൻ ഭരണകൂടം കടുത്ത അമർഷം രേഖപ്പെടുത്തി കഴിഞ്ഞു. ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ കടുത്ത തീരുവകൾ പ്രഖ്യാപിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനുമായി കൈകോർത്ത് ആഗോള വ്യാപാരത്തിൽ പുതിയ ബദൽ ശക്തിയായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇത് വെറും ഒരു സാമ്പത്തിക നീക്കം മാത്രമല്ല, ലോകക്രമത്തിലെ തന്ത്രപരമായ കരുനീക്കം കൂടിയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ ഇതിന് മികച്ച ഉദാഹരണമാണ്. അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾക്ക് കാത്തു നിൽക്കാതെ തന്നെ മറ്റ് വിപണികൾ കണ്ടെത്താൻ രാജ്യങ്ങൾ പ്രാപ്തമായി കഴിഞ്ഞു.